Good morning, all. Hope you all are fine. In this video, we are going to do the second part of the first video. Okay, and the lesson is Good Manner, Unit 3, page number 81. Next one. It is not always easy to company to speak frankly. എപ്പോഴും എല്ലാം തുറന്നടിച്ച് പറയുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി കൺസിഡേർഡ് എ ബാഡ് മാനേർഡ് പേഴ്സൺ, ഒരു ബാഡ് മാനേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ചീത്തയായിട്ട് പെരുമാറുന്ന ഒരാൾ എന്ന രീതിയിൽ നിങ്ങളെ കൺസിഡർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വാച്ച് കോൺസ്റ്റന്റ്ലി ഫോർ സൈൻസ്. സൈൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ ആക്ഷൻസ്, ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ജസ്റ്റേഴ്സ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണം ഒരാള് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഫോർ എക്സാമ്പിൾ, അത്ര ഈസി ഒന്നും അല്ല. ഫോർ എക്സാമ്പിൾ, ടു ലിസൺ ഫോർ ലോങ് ടു എനി വൺ പേഴ്സൺ, try in company to take only a fair share of conversation. If there are two of you, take half of it. അതായത് ജസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷനും കൂടെ നോക്കണം. അതായത് നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മൊബൈലിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ യോണിങ് കോട്ടുവായിടുകയോ അല്ലെങ്കിൽ അപ്പുറത്തേക്കൊക്കെ നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ത്, അവർക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിക്ക് മാറ്റണം. ഇവിടെ എന്താ പറയുന്നത്, കുറച്ച് സമയം അവർക്ക് നമ്മൾ സംസാരിക്കാനുള്ള സമയം കൂടെ അല്ലെങ്കിൽ ഒരു ചാൻസും കൂടെ കൊടുക്കണം. ട്രൈ ടു കമ്പനി ടു ടേക്ക് ഓൺലി എ ഫെയർ ഷെയർ ഓഫ് കോൺവെർസേഷൻ. സംസാരത്തിലെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ സംസാരിക്കുക. ഇഫ് ദർ ആർ ടു ഓഫ് യു, രണ്ടു പേരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടേക്ക് ഹാഫ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഹാഫ് നീ സംസാരിക്കുക, ബാക്കി അവർ സംസാരിക്കുക. അതായത് മറ്റുള്ളവർക്കും സംസാരിക്കാൻ എന്ത് ചെയ്യുക, നമ്മളൊരു ടൈം കൊടുക്കണം എന്നാണ് ഓതർ പറയുന്നത് കേട്ടോ. വെൻ യു ഹാവ് സെഡ് എ ലിറ്റിൽ, കീപ് ക്വയറ്റ്. കുറച്ചു നേരം സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക, മിണ്ടാണ്ടിരിക്കുക. ആൻഡ് ഗീവ് യുവർ ഫ്രണ്ട് എ ചാൻസ് ടു സേ സംതിങ്. ആ ഫ്രണ്ടിനോട് എന്ത് ചെയ്യുക, സംസാരിക്കാൻ ഇങ്ങോട്ടേക്കും സംസാരിപ്പിക്കുക. ഇഫ് ഹി ഡസ് നോട്ട് ടോക്ക്, അവനൊന്നും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി പ്രോബബ്ലി ഡസ് നോട്ട് വാണ്ട് യു ടു ടോക്ക് either. അവനെ ഇങ്ങോട്ടേക്കൊന്നും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതും അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാനും താല്പര്യമില്ല എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. Many a young man or woman talks away, thinking the company is delighted to hear him or her. പലപ്പോഴും ആളുകൾ ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ അവരെന്ത് ചെയ്യും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്ത് വിചാരിച്ചിട്ട്, ഞാൻ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്കും സംസാരിക്കാൻ ചാൻസ് കൊടുക്കുക. മാത്രമല്ല അവരുടെ ജസ്റ്റേഴ്സ് നോക്കുക, അവരുടെ ആക്ഷൻസ് നോക്കുക, അവരുടെ കണ്ണിലേക്കും മുഖത്തിലേക്കും ഒക്കെ നോക്കുക. അവർ ഇൻട്രസ്റ്റഡ് ആണോ, അവർ അറ്റൻറ്റീവ് ആണോ, അവർ വേറെ ഇങ്ങോട്ടേ നോക്കുകയാണോ, വേറെ എന്തെങ്കിലും ആണോ ശ്രദ്ധിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളുടെ കോൺവെർസേഷൻ തുടരാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, then and everyone is really exhausted and angry. ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് കേട്ട്, ചില ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് സംസാരിക്കുന്നുണ്ടാകും. പക്ഷെ അവർക്ക് എന്തായിരിക്കും, ഇത് കേട്ട് മടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, സഹിക്കുക തന്നെ എന്ന് വിചാരിച്ചിരുന്ന് കേൾക്കുന്നവരുണ്ടാകും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. Okay, now in the next para, don't think you can say unpleasant thing about someone behind his back. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ, കുറ്റം പറയുക എന്നുള്ളത്. ബാക്ക് ബൈറ്റിങ് അല്ലേ, തോളത്തിരുന്ന് ചെവിയടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാണ്ട് അവരെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഇല്ലേ. അതാണ് ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഡോണ്ട് തിങ്ക് യു ക്യാൻ സേ അൺപ്ലസന്റ് തിങ്. നല്ലതല്ലാത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഒരാളെ കുറിച്ച് അയാളുടെ ബാക്കിൽ നിന്ന് പറയരുത്. ബാക്കിൽ നിന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കാണ്ട് പറയരുത്. ആൻഡ് നോട്ട് ബി ഫൗണ്ട് ഔട്ട്. Thinking not be found out. It is surprising how the remarks usually find their way to the person with your name attached, so to speak.
എപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോഴും എന്ത് വിചാരിക്കുക, ഇതെന്തായാലും ഈ ഒരു വ്യക്തി അവരോട് പറയും എന്ന് തന്നെ വിചാരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരു കാലത്ത് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുക്കളാവാൻ അധികം സമയമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം. അതിനും വലിയ സമയമൊന്നും വേണ്ട. അപ്പം ഇത്രയും മനസ്സിൽ വിചാരിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രൂപത്തിൽ എന്തായാലും അത് അവരവിടെ പോയിട്ട് പറയും എന്ന് തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഒരാളായിട്ട് ഷെയർ ചെയ്യാനും കുറ്റം പറയാനൊക്കെ പാടുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ നെയിം അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ അവിടെ പോയിട്ട് പറയും എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം, പറയും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരാളോട് ഒരു കാര്യം പറയേണ്ടത്. Whatever you say, always assume that a person may overhear and adjust your remarks accordingly. All experienced people act in this way. എല്ലാ എക്സ്പീരിയൻസ് ഉള്ള അനുഭവങ്ങളുള്ള ആളുകളും എന്താ ചെയ്യാറ്, എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ നിങ്ങളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്ത ആളെന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ നിങ്ങളോട് പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് എന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പാര. Now here is one of the most surprising thing in the world. ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് no man really understands himself. ഒരാൾക്കും ഒരാളെ കുറിച്ചും അറിയില്ല എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. What a lot of argument and anger we should be saved if people would only understand this. നമ്മൾക്ക് നമ്മളെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദേഷ്യങ്ങളെയും ഒരുപാട് വാക്ക് തർക്കങ്ങളെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ആൻഡ് suppose for example you saw a motor accident and we are giving evidence about what happened. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്നിട്ട് നമ്മൾ പറയാണ് we're giving evidence about what happened. എവിഡൻസ് കൊടുക്കുമല്ലോ, എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത് കൊടുക്കുന്ന സമയത്ത്, അവിടെ എന്താ സംഭവിച്ചതെന്ന് പറയുന്ന സമയത്ത് യു വുഡ് ഫീൽ പെർഫെക്റ്റ്ലി കോൺഫിഡൻറ്റ്. നമുക്കത് ഉറപ്പായിട്ട് നമ്മൾ പറയാണ് ദ കാർ വിച്ച് നോക്ക്ഡ് ദ ബോയ് ഓവർ എ ബ്ലൂ കാർ വാസ് എ ബ്ലൂ കാർ. ആ കുട്ടീനെ തട്ടിയിട്ട വണ്ടി ബ്ലൂ കാർ ആണെന്ന് നമ്മൾ ഉറച്ച് പറയുമ്പോഴേ വേറൊരാൾ പറയാണ് വുഡ് ബി ഈക്വലി കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രേ കാർ. അല്ല, അത് ബ്ലൂ കാർ അല്ലായിരുന്നു, ഗ്രേ കാറായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നവരുണ്ടാകും. ആൻഡ് സംവൺ എൽസ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്ലാക്ക് കാർ. അപ്പം ചില ആളുകൾ ഉറപ്പിച്ച് പറയുന്നുണ്ടാകും എന്താണ്, അല്ലല്ല അത് ബ്ലാക്ക് കാർ ആയിരുന്നു എന്ന് കോൺഫിഡൻറ്റോട് കൂടി പറയുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പറയുന്നത് തന്നെ എന്താണ്, ഉറപ്പിച്ച് പറയാൻ നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ പറയുന്നതും ചിലപ്പോൾ എന്താവില്ല, ശരിയാവില്ല എന്നുള്ളതാണ്. അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണം എന്നില്ല എന്നാണ് ഈ പാരഗ്രാഫിലൂടെ ജെസ്സി ഹിൽസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Experiments are sometimes made by experts to find out how many errors people do make in their statement. എക്സ്പെരിമെൻ്റ് എന്നുള്ളത് എന്താണ്, എത്രത്തോളം മിസ്റ്റേക്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാക്കും എന്നുള്ളത് നോക്കുകയാണ്. ഹൗ മെനി എറേഴ്സ് പീപ്പിൾ ഡു, എത്ര എറേഴ്സ് ആളുകൾ ഉണ്ടാക്കും എന്നുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര എറർ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എക്സ്പെരിമെൻറ്റ്സ്. ഹിയർ ഈസ് വൺ എക്സ്പെരിമെൻറ്റ്. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ വിച്ച് വാസ് ട്രൈഡ്. ട്രൈ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഹിയർ ഈസ് വൺ എക്സ്പെരിമെന്റ് which was tried. Some students at university were shown on a screen a picture of a bull fight. ഒരു ബുള്ളിന്റെ ഫൈറ്റ് കാണിക്കുന്ന ഒരു പിക്ചർ കാണിച്ചു കൊടുത്തു. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. And some students at the university were shown on a screen a picture of a bullfight, and they were then asked to write a short account of what they had seen. എന്നിട്ട് അവർ കണ്ടതിനെ കുറിച്ച് ഒരു ഷോർട്ട് റൈറ്റപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞവരോട്.
എന്നിട്ടോ വെൻ ദിസ് വാസ് ഫിനിഷ് ദേ വർ ടോൾഡ് ടു പുട്ട് എ നമ്പർ ഓൺ എവറി സ്റ്റേറ്റ്മെന്റ് മെയ്ഡ്. എന്നിട്ട് അവരതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞ ശേഷം അവരെന്ത് ചെയ്യണം, ലാസ്റ്റിൽ അവർ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്ത്? ഈ എഴുതിയിരിക്കുന്നത് ഇഫ് ദേ തോട്ട് സോ, അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്, ചിന്തിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ അവർക്ക് തോന്നുന്നത് അങ്ങനെയാണോ എന്നുള്ളത് അവിടെ എഴുതണം. രണ്ടാമത് ഇഫ് ദേ വർ ഫെയർലി ഷുവർ അബൌട്ട് ഇറ്റ്, അവരത് ഷുവറാണ്, അത് തന്നെയാണ് കണ്ടത് എന്നുള്ളത് അവരെഴുതണം. ആൻഡ് ഇഫ് ദേ വർ പ്രിപ്പയർഡ് ടു സ്വെയർ ടു ദ സ്റ്റേറ്റ്മെന്റ് ഓൺ ഓത്ത്, അവരത് സത്യമായിട്ടും അല്ലെങ്കിൽ അവരത് പ്രോമിസ് ചെയ്യുന്നുണ്ടോ അത് തന്നെയാണ് എന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ടോ എന്നുള്ളതും, ആ എഴുതിയ കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അവർ അതിൻ്റെ താഴെ എഴുതണം എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ്. ഒന്നെന്തായിരുന്നു, അത് അവർക്ക് അങ്ങനെയാണോ, ഐ തിങ്ക് സോ എന്നാണോ പറയുന്നത്. 2 ഷുവർ ആണോ എന്നുള്ളത്. 3 അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ച് സ്വെയർ ചെയ്ത് പറയുന്നത് ആരെങ്കിലും ഉണ്ടോ. ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ തന്നെയാണെന്നുള്ള പ്രതിജ്ഞ എടുക്കുന്നവരുണ്ടോ എന്നുള്ള 3 കാര്യങ്ങൾ ആ കണ്ട ബുൾ ഫൈറ്റിനെ കുറിച്ച് എഴുതുന്നവരുടെ താഴെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും എഴുതണം എന്ന് പറഞ്ഞു. എവറി സ്റ്റുഡൻറ് ഹാഡ് അറ്റ്ലീസ്റ്റ് 10% എറേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. ആ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നെ 10% അതിലും തെറ്റുണ്ടായിരുന്നു. എടുക്കാൻ റെഡി ആയവര് പറഞ്ഞ കാര്യങ്ങളിൽ പോലും തെറ്റുണ്ടായിരുന്നു. ആൻഡ് കൺസിഡറബിളി മോർ ദാൻ 10% ഇൻ ഓൾ ദ അതർ ഗ്രൂപ്പ്സ്. എല്ലാ ഗ്രൂപ്പിലും 10% എന്തുണ്ടായിരുന്നു, അവർ എഴുതിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളത്, അവർ എഴുതിയ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. നൗ ഹൗ ഡസ് ദിസ് ഹാപ്പൻ? എങ്ങനെ സംഭവിക്കുക? ആ കണ്ട പിക്ചർ എല്ലാവരും കണ്ടത് ഒന്ന് തന്നെയാണ് അല്ലേ, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അത് അങ്ങനെയാണോ എന്നുള്ള ഡൗട്ട് വന്നു, അല്ലെങ്കിൽ എന്തായാലും അത് തന്നെയാണെന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടത് എഴുതിയതാണ് കേട്ടോ, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. അവര് ഹിയർ ഈസ് വാട്ട് ഡസ് ദിസ് ഹാപ്പൻ, എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് കേട്ടോ. Here, for example, was one mistake. A student saw the bull having its tongue out. ബുള്ള് പിക്ചർ കണ്ടത് നാവ് പുറത്തേക്ക് ഇട്ടിരിക്കുന്ന പിക്ചറാണ് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ 3 സ്റ്റേറ്റ്മെന്റിനും എന്ത് ചെയ്തു, ഉറപ്പാണോ, അതുപോലെ സത്യം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയാണെന്നാണോ വിചാരിക്കുന്നത്, ജസ്റ്റ് സപ്പോസ് ആണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ എഴുതിയതിലും 10% എന്തായിരുന്നു, തെറ്റായിരുന്നു. കാരണം 3 പേര് കണ്ടതും ഡിഫറെന്റിലായിരുന്നു ആ പിക്ചറിനെ അവർ മനസ്സിലാക്കിയത് എന്നാണ് ഇവിടെ ഓഥർ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ കാണുന്ന പോലെയല്ല എല്ലാ കാര്യങ്ങളും എന്ന് പറയാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹി വാസ് ക്വൈറ്റ് ഷുവർ അബൌട്ട് ഇറ്റ് യെറ്റ് വെൻ ഹി വാസ് ഷോൺ ദ പിക്ചർ അഗെയിൻ. വീണ്ടും പിക്ചറിനെ കാണിച്ച ടങ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്ന പിക്ചറായിരുന്നു. വീണ്ടും ആ പിക്ചർ കാട്ടി കൊടുത്തപ്പോൾ എന്താ ചെയ്തത്, ഹി സോ ദ ബുൾസ് മൗത്ത് വാസ് ക്ലോസ്ഡ്. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അത് ടങ് ഉള്ളോട്ടേക്കായി മൗത്ത് ക്ലോസ് ആയ പിക്ചറാണ് കണ്ടിട്ടുള്ളത്. ബട്ട് ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ഹെഡ് വാസ് ടേൺ ടു എ സൈഡ്. അത് ചെയ്തതുകൊണ്ടല്ല, എന്തായിരുന്നു, അവരുടെ ബുള്ളിന്റെ ഫേസ് തിരിച്ചതുകൊണ്ടായിരുന്നു എന്ന്. ബിക്കോസ് ഇറ്റ്സ് ഹെഡ് വാസ് ടേൺഡ്, അവരുടെ ബുള്ളിന്റെ തല തിരിച്ചതുകൊണ്ട് തോന്നുമായിരുന്നു. ദ ഇയർ ലുക്ക്ഡ് ലൈക്ക് ദ ടങ്. അപ്പോൾ ചെവി എന്ത് ചെയ്തു, നാവ് പോലെ അവർക്ക് തോന്നിയതാണ് എന്നാണ് പറയുന്നത്. സോ വെനെവർ യു ആർ ആർഗ്യൂയിങ് വിത്ത് സമൺ അബൌട്ട് എ പോയിന്റ്, റിമെമ്പർ ദാറ്റ് ദർ ഈസ് എ ക്വൈറ്റ് ഡിഫറെന്റ് ചാൻസ് ദാറ്റ് യു ആർ റോങ് ഹൗ എവർ കോൺഫിഡൻറ്റ് യു ഫീൽ അബൌട്ട് ഇറ്റ്. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിബേറ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പറയാം. അപ്പം അപ്പുറത്തും എന്തുണ്ട്, ഒരു സത്യമുണ്ട്, അവരുടെ കാഴ്ചപ്പാടിന്റെ സത്യമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇവര് ബുള്ളിനെ പിക്ചർ കണ്ട സമയത്ത് അതിന്റെ ഹെഡ് തിരിഞ്ഞത് കൊണ്ട് അവന്റെ നാവ് പുറത്തേക്കായിരുന്നു എന്നൊന്നും അല്ല അല്ലേ. അപ്പൊ അവര് കണ്ട പിക്ചറിന്റെ ഡിഫറെന്റ് ടേണിങ്സിനെയാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയമെൻഷൻസ്, ഓരോ സ്ഥലങ്ങൾ ഓരോ രൂപത്തിൽ കണ്ട ഡിഫറെന്റ് ഡയറക്ഷനിൽ കണ്ട പ്രശ്നമായിരുന്നു ആ ഒരു പിക്ചറിനുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആളുകൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നതും. ഓക്കെ,
Good manners come from having sympathy with others and from understanding our own limitations. വീണ്ടും എന്ത് പറയാണ്? ജെസ്സി ഹിൽസ് പറയാണ് നല്ലൊരു ഗുഡ് മാനർ, നല്ല സ്വഭാവം എവിടുന്നാ വരുന്നത്? സിമ്പതി വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് സിമ്പതി കാണിക്കുകയും ആൻഡ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് അവർ ഓൺ ലിമിറ്റേഷൻസ്, നമ്മളുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുകയും ചെയ്യണം. ദ ട്രൂത്ത് ഈസ് ടു ബിഗ്, സത്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഫോർ എനി വൺ ഓഫ് us ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കണം. ദ ട്രൂത്ത് ആസ് വി സീ ഇറ്റ് ഈസ് ഓൺലി അവർ ട്രൂത്ത് ആൻഡ് ദ പാർട്ട് ഓഫ് എ ലാർജർ ട്രൂത്ത്. വലിയൊരു സത്യത്തിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മൾക്കറിയണ സത്യം എന്ന്. ആ സത്യത്തിന് എന്തുണ്ട്? ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഒരുപാട് സത്യങ്ങളുണ്ട്. അതിലൊരു ഭാഗം അല്ല മാത്രമാണ് നമ്മളുടെ ഭാഗത്തുള്ള സത്യം എന്ന് പറയുന്നത്. അതൊരു പക്ഷെ മറ്റുള്ളവർക്ക് എന്തായിരിക്കും? തെറ്റായിരിക്കും. അവരുടെ ശരി എന്ന് പറയുന്നത് വേറെ രൂപത്തിലായിരിക്കും. ആൻഡ് we should always realize that we are humble, unimportant little people on this earth. ഈ ഒരു ഭൂമിയിലെ, ഈ ഒരു എർത്തിലെ ഒരു ലിറ്റിൽ തിങ് ആണ്, വളരെ ചെറിയൊരു സാധനം മാത്രമാണ് നമ്മൾ എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആൻഡ് try to help the world as much as we can in a short time here. ഈ ഒരു ചെറിയൊരു സാധനം കൊണ്ട്, അതായത് നമ്മളുടെ ഈ ഒരു ചെറിയൊരു ലൈഫ് കൊണ്ട് നമ്മൾക്കറിയാം, ഒരു ഉറുമ്പിൻ്റെ ഒരു ജീവിതം നോക്കിയേ. നമ്മളെ കാൽപ്പാടിലേക്ക് ചവിട്ടി ഏത് സമയത്തും മരിച്ചു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചത്തു പോകുന്ന ഒരു സാധനമാണ് ഉറുമ്പ്. അതിലും ചെറുതാണ് ഈ ഒരു ലോകത്തിനെ വെച്ചിട്ട് നമ്മളെ നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ്? ചെറിയൊരു സാധനമാണ്. അപ്പം നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതുമാണ്. ആ ചെറിയൊരു ലൈഫിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. I expect to pass through this world but once. ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു തവണ മാത്രമേ പാസ് ചെയ്ത് പോവുള്ളൂ. കാരണം എന്താണ്? നമ്മൾക്ക് ഒരിക്കലും തിരിച്ച് പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല അല്ലേ? ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കഴിഞ്ഞത് നമ്മൾക്ക് ഇനി എപ്പോഴും ഫ്യൂച്ചറിലേക്കേ ഉള്ളൂ, നെക്സ്റ്റ് ഡേ ഉള്ളൂ. ബിഫോർ ഡേയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു തവണ മാത്രമേ നമ്മൾ ഈ ഒരു ഇതിലൂടെ കടന്നു പോവുകയുള്ളൂ. ആൻഡ് എനി ഗുഡ് therefore that I can do, എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഓതർ ഇവിടെ ഐ എന്നാണ് പറയുന്നത് കേട്ടോ, നിങ്ങളോട് എന്നല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും ദയ കാണിക്കാനുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഐ ക്യാൻ ഷോ ടു എനി ഫെലോ ക്രിയേച്ചർ, ഏത് ഒരു കൈൻഡ്നസ് ഏത് കൂടെയുള്ള ഏത് ജീവിയോ ആവട്ടെ, ലെറ്റ് മീ ഡു ഇറ്റ് നൗ, അത് ഇപ്പം ചെയ്യണം. അതെന്ത് ചെയ്യണ്ട? നാളത്തേക്ക് വെക്കണ്ട. ലെറ്റ് മീ നോട്ട് ഡിഫർ ഓർ നെഗ്ലക്റ്റ് ഇറ്റ്, ഞാൻ ഒരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് വെക്കാനോ നിൽക്കണ്ട. ഫോർ ഐ ഷാൾ നോട്ട് പാസ് ദിസ് വേ അഗെയിൻ, വീണ്ടും എന്ത് ചെയ്യൂല? ഈ വഴിയിലൂടെ ഞാൻ വീണ്ടും പാസ് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ടൈം കഴിഞ്ഞു പോയാൽ അത് കഴിഞ്ഞതാണ്. ഈ ടൈമിൽ എനിക്കിത് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണോ ഇപ്പം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, എന്ത് നന്മയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ഇപ്പം തന്നെ ചെയ്യട്ടെ. അത് നെഗ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യാനോ നിൽക്കുന്നില്ല, ഇപ്പം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കാം, നമ്മളെ കാലിൻ്റെ അടിയിലൊക്കെ ഒരു ഉറുമ്പിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കാം. ആ ഒരു ഉറുമ്പിനെ നമ്മൾ ചവിട്ടിയാൽ അതോടുകൂടി അത് ചത്തുപോയി അല്ലേ? അത്രയും ചെറുതാണ് ഈ ഒരു എർത്തിനെ വെച്ച് നമ്മളുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ. നമ്മളൊക്കെ ആ ഒരു എർത്തിലെ ചെറിയൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു സാധനം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. മറ്റുള്ളവർ നമ്മൾക്ക് ചെയ്തു തരുമ്പം അത് നമ്മൾക്ക് എങ്ങനെയാണോ അവർ ചെയ്ത് തന്നാലാണോ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിന്നീട് നമ്മൾക്ക് അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖമൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, സോ ഓൾവേസ് ഡു എനിത്തിങ് ടു അതേഴ്സ് ആസ് യു വുഡ് വിഷ് ദം ടു ഡു ടു യു. നിങ്ങൾക്കത് ചെയ്ത് തരുമ്പോൾ എത്രത്തോളം നിങ്ങൾ അതിന്
എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം, അവർ ചെയ്തു തരാൻ ഇഷ്ടം, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ ആൻഡ് വി ഹാവ് കംപ്ലീറ്റഡ് this lesson also. Now we will do the question answer of this one. Read and respond. Page number 83. Okay. First question. What does the phrase felt on top of life mean? Top of life എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത്. And the answer is The phrase felt on top of life means he was enjoying every moment of his life. He was strong and healthy in all sense. ഫെൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ഹിസ് ലൈഫ് പറഞ്ഞാൽ അവൻ്റെ ലൈഫ് എല്ലാ മൊമെൻറ്റ്സും അവൻ എൻജോയ് ചെയ്യുകയും ആൻഡ് ഹി വാസ് നല്ല സ്ട്രോങ്ങും ഹെൽത്തിയും ആയിരുന്നു എന്നതാണ് ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ യങ് മാൻ ബിക്കം ഡേഞ്ചറസ്ലി ഇൽ? എങ്ങനെയാണ് ആ യങ് മാൻ ഇല്ലാവാൻ കാരണം, കൂടുതൽ അസുഖം സീരിയസ് ആവാൻ കാരണം എന്താണ് എന്നുള്ളത്. ആൻസർ, The young man became dangerously ill as he paid little attention to his influenza. As a result, he was affected by pneumonia. ആ യങ് മാൻ എന്തായി, ഡേഞ്ചറസ്ലി ഇല്ലാവാൻ കാരണം എന്താ വെച്ചാൽ അവന് വൈറൽ ഫീവർ വന്ന ശേഷം അവൻ എന്ത് ചെയ്തില്ല, ഒരു അറ്റൻഷനും കൊടുക്കുകയും ചെയ്തില്ല. അതിൻ്റെ കാരണത്താൽ എന്ത് ചെയ്തു, ഹി വാസ് അഫക്റ്റഡ്, അവന് ന്യൂമോണിയ ഉണ്ടാവുകയും ചെയ്തു. ക്വസ്റ്റ്യൻ, what was his condition after he recovered from his illness? ഇൽനെസ്സിൽ നിന്ന് അവന് റിക്കവർ ആയി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അസുഖം മാറിയ ശേഷം അവൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. Answer, when he recovered, he could only move slowly and he was getting tired and life became difficult for him. അവന് റിക്കവർ ആയി കഴിഞ്ഞ ശേഷം അവന് പതിയെ മൂവ് ചെയ്യാനേ പറ്റിയുള്ളൂ ആൻഡ് അവന് വേഗം ടയേർഡ് ആവുകയും അവൻ്റെ ലൈഫ് തന്നെ ഡിഫിക്കൽട്ട് ആവുകയും ചെയ്തു. Fourth question, what was the change in attitude that he experienced? അവൻ്റെ ആറ്റിറ്റ്യൂഡിലെ മാറ്റങ്ങൾ എന്തായിരുന്നു, അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവന് തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്. He became helpful, supportive, sympathetic and an understandable person. അവന് നല്ലോണം സഹായിക്കുവാനും സപ്പോർട്ടീവായിട്ട് നിൽക്കുവാനും സഹതാപം തോന്നുവാനും ആൻഡ് an understandable person, മറ്റുള്ളവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കുവാനും അവന് കഴിഞ്ഞു എന്നുള്ളതാണ് മാറ്റം വന്നത്. What according to the author are the things we can do for the others? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്ന് പറഞ്ഞ് ഓഥർ നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണ്. ആൻസർ നമ്പർ 5, ട്രൈ ടു മേക്ക് ലൈഫ് ഈസി ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ ലൈഫ് ഈസി ആക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഹാപ്പി ആക്കി കൊടുക്കാൻ ആണ് നമ്മളോട് ഓഥർ പറയുന്നത്. വാട്ട് ആർ ദ ഗുഡ് മാനേഴ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ടോക്കിംഗ് ടു ഫ്രണ്ട്സ്? ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല മാനറാണ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വെൻ യു സ്പീക്ക് ടു യുവർ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ സ്പീക്ക് ക്ലിയർലി, നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ആൻഡ് സഫിഷ്യൻ്റ്ലി ലൗഡ്ലി, നല്ല സൗണ്ടിൽ സംസാരിക്കുക, അവർക്ക് കേൾക്കാവുന്ന രൂപത്തിൽ. ഫോർ ദ പേഴ്സൺ ടു ഹിയർ, നമ്മൾ സംസാരിക്കുന്ന ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാവുന്ന ഒച്ചത്തിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. Seventh question, what does the author say? It takes two to speak the truth. What is the rule that we should keep in mind during a conversation? അത് എന്താണ് പോയിന്റ്? ഇറ്റ് ടേക്സ് ടു ടു സ്പീക്ക് ദ ട്രൂത്ത്. 2 പേര് വേണം സംസാരിക്കാൻ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഉദ്ദേശിച്ചത്? ആൻഡ് എന്താണ് 2 പേര് സംസാരിക്കുമ്പോൾ നമ്മൾ വാട്ട് ഷുഡ് ബി കീപ്പ് ഇൻ മൈൻഡ്, എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് 7th question. Answer, it takes 2 to speak the truth means 1 to speak and other to hear. You cannot speak the truth by saying what is the truth.
you have to express it differently for different people. രണ്ടാളുകൾ വേണം സത്യം പറയാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ സംസാരിക്കുവാനും ഒരാളത് കേൾക്കുവാനും, സത്യം പറയുവാനും അത് കേൾക്കുവാനും. നമ്മൾ സത്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഡിഫറെൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. Question number 8. What is the idea that we should keep in mind while arguing with someone about a point? ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിക്കുമ്പം അല്ലെങ്കിൽ വാക്ക് തർക്കം പറയുമ്പം അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുമ്പം നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. Answer. Whenever we are arguing with someone about a point, remember that there is quite a good chance that you are wrong, however confident you feel. എപ്പോഴെങ്കിലും നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ഏതെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ച് ആർഗ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, അവിടെ നല്ലൊരു ചാൻസ് ഉണ്ട് നമ്മൾക്ക് തെറ്റ് സംഭവിക്കാൻ എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ആ ആൻസേഴ്സിൽ എത്ര കോൺഫിഡൻറ്റ് ആയാലും എന്നാണ്. Ninth question. The author's concept of truth is interesting. ഓതറിന്റെ ട്രൂത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞത് രൂപത്തിൽ സത്യത്തെക്കുറിച്ച് ഇയാളുടെ കാഴ്ചപ്പാട്, ഓതറിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് പറയാം. Answer. It takes two to speak the truth means one to speak and other to hear. സത്യം പറയാൻ രണ്ട് പേരെ വേണം. ഒരാൾ സത്യം പറയാനും ഒരാളത് കേൾക്കാനും. രണ്ട് പേരുണ്ടെങ്കിൽ സത്യം പറയാൻ നടക്കുകയുള്ളൂ. യു കനോട്ട് സ്പീക്ക് ദ ട്രൂത്ത് ബൈ സേയിങ് വാട്ട് ഈസ് ദ ട്രൂത്ത്. നമ്മളുടെ സത്യം മാത്രം നമ്മൾ പറയുന്നതുകൊണ്ട് അതൊരു സത്യമായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഡിഫറെൻ്റ്ലി ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. പല ആളുകൾക്കും പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ആ സത്യം എന്നുള്ളത്. ദ ട്രൂത്ത് ഈസ് ടു ബിഗ്. സത്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിലും മനസ്സിലാക്കാവുന്നതിലും അപ്പുറത്താണ്. ദ ട്രൂത്ത് ആസ് വി സീ. നമ്മൾ കാണുന്ന സത്യം നമ്മളുടെ മാത്രം സത്യമാണ്. ആ ഒരു സത്യം എന്ന് പറയുന്നത് വലിയൊരു സത്യത്തിലെ ഒരു ചെറിയൊരു സത്യം മാത്രമാണ്. അതിന് വേറെ ഒരു വശവും കൂടെ ഉണ്ട് എന്നാണ് നമ്മളുടെ ഓഥർ ഇതിലൂടെ പറയുന്നത്. പേജ് നമ്പർ 84 ലെറ്റ്സ് ഇംപ്രൂവ് അവർ വൊക്കാബുലറി. Fill in the blanks with the words or phrases given below to make sensible sentence. നല്ലൊരു സെൻസിബിൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ് വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പ, ഫ്രാങ്കേൽ എന്ന് പറഞ്ഞാൽ വേഗം പൊട്ടിപ്പോകുന്ന, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പിടിപെട്ടു അല്ലെങ്കിൽ അറ്റാക്ക്, ഡിഫർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണ്ട് ചെയ്യാം, പിന്നത്തേക്ക് മാറ്റി വെക്കാം. പോയിറ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, പോയിറ്റ് പറയുന്നുണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്ന് പറയുന്നുണ്ട് അല്ലേ, ഡിഫർ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ വിൽ സീ വാട്ട് ഇസ് ദ സെന്റൻസസ്. ദ ഫസ്റ്റ് വൺ, ദീസ് ഫ്ലവേഴ്സ് ആർ ഡാഷ് ബട്ട് ലുക്ക് ആസ് ദോ ദേ ആർ റിയൽ. ഈ ഫ്ലവേഴ്സ് ഒക്കെ എന്താണ്, ഡാഷ്, പക്ഷേ അത് കണ്ടാൽ റിയൽ ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്താണ്, ആർട്ടിഫിഷ്യൽ. റിയൽ അല്ലാത്ത സാധനയാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. ദോ ദീസ് ഫ്ലവേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ. ഓക്കെ. സെക്കൻഡ് വൺ, ഹി ഹാസ് ഹാഡ് ആൻ ഡാഷ് ഓഫ് ഫീവർ. ഫീവർ ഉണ്ടായിട്ടുണ്ട്. സോ ഹി വിൽ ഡാഷ് ദ മീറ്റിംഗ് അണ്ടിൽ മൺഡേ. അപ്പൊ അവന് ഹി ഹാസ് ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് ഫീവർ, ഫീവർ വന്നിട്ടുണ്ട്. സോ ഹി വിൽ ഡിഫർ, പോസ്റ്റ്പോണ്ട് ചെയ്യുന്നു ദ മീറ്റിംഗ് അണ്ടിൽ മൺഡേ, മൺഡേത്തേക്ക് വരെ മീറ്റിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്യുന്നു കേട്ടോ, അല്ലെങ്കിൽ ഡിഫർ ചെയ്യുന്നു. ഡിഫർ ആണ് തേർഡ് വൺ. സെക്കൻഡ് ഡാഷ് ഡിഫർ. ഐ ഹാവ് നോ ഡാഷ് ഫോർ പീപ്പിൾ ഹു മിസ്ബിഹേവ് വിത്ത് പെറ്റ്സ്. എനിക്ക് എന്തില്ല, പെറ്റ്സിനോട് മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് എന്തില്ല, സിമ്പതി ഇല്ല, പാവം തോന്നില്ല അവരോട്. എന്താണ്, അങ്ങനത്തെ ആളുകളെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഒരു സിമ്പതിയും അവരോട് തോന്നൂല, ഒരു കൈൻഡ്നസ്സും അവരോട് തോന്നൂല എന്ന്. നെക്സ്റ്റ് തേർഡ് വൺ, ഒരു സിമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പ കേട്ടോ. പെറ്റ്സിനോട് ഒരു മിസ്ബിഹേവ് ചെയ്യുന്ന, മോശമായിട്ട് പെരുമാറുന്നവരോട് എനിക്കൊരു സിമ്പതി തോന്നില്ല എന്ന്. സോ ഐ ഹാവ് നോ സിമ്പതി.
Fourth one, those toys are made of glass and are very dash. ഫ്രാങ്കിൽ കേട്ടോ, വേഗം പൊട്ടിപ്പോവാ, ബ്രേക്ക് ചെയ്യുമെന്ന്. അതെന്തെല്ലാം? ടോയ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ്, ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ആർ വെരി ഫ്രാങ്കിൽ കേട്ടോ. ഫ്രാങ്കിൽ എന്ന് പറഞ്ഞാൽ വേഗം പൊട്ടിപ്പോകുന്ന, സഡൻ ബ്രേക്കിംഗ്. ഓക്കെ, സോ ദേ ആർ വെരി ഈസിലി ബ്രേക്കബിൾ. ഓക്കെ, സോ ഇതാണ് fill in the blanks ആയിട്ടുള്ളത്. ഓക്കെ, so by this we have completed the lesson or the essay of J.C. Hill's Good Manner. ഗുഡ് മാനർ എന്ന് പറയുന്ന എസ്സേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു തവണ കേട്ടാൽ മനസ്സിലാകാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ലെസൺ ആണെന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും കേൾക്കുക, മനസ്സിലാക്കുക, സ്വന്തമായിട്ട് എഴുതാനും നോക്കുക കേട്ടോ. Profile of J.C. Hill. The famous writer J.C. Hill, a native of Toddy County, Kentucky, was born on April 13, 1840. ഫേമസ് റൈറ്ററായ J.C. ഹില്ലിൻ്റെ സ്ഥലം ടൊഡി കൗണ്ടി, കെൻറ്റുക്കി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്താണ് അവരുടെ നേറ്റീവ് പ്ലേസ്. ആൻഡ് ജനിച്ച ഡേറ്റ് April 13, 1840. പിന്നീട് അവന് മിസ്സോറിയിലേക്ക്, J.C. ഹില്ല് മിസ്സോറിയിലേക്ക് പോവുകയും അവിടുന്ന് അവന് എല്ലാ പ്രോസ്പറസും ഉണ്ടാവുകയും ചെയ്ത്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുക. തുടക്കത്തിലൊന്നും അത്രക്കും റിച്ചോ അല്ലെങ്കിൽ പ്രോസ്പറസോ ഒന്നും അല്ലായിരുന്നു അവരുടെ ലൈഫ്. അങ്ങനെ ലൈഫ് പ്രോസ്പറസ് ആവാനും അല്ലെങ്കിൽ സക്സസ്ഫുൾ ലൈഫ് ആവാൻ കാരണം അവൻ്റെ ഗുഡ് ഹാബിറ്റ്സ് ആണ് അവൻ്റെ സക്സസ്ഫുൾ ലൈഫിന് കാരണമെന്നാണ് J.C. ഹില്ലിൻ്റെ പ്രൊഫൈലിലൂടെ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. Thank you so much. I hope you all understood this lesson well. If you have any doubt, ഈ കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാവാത്തതോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, കമൻറ്റിൽ ചോദിക്കാം, ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എല്ലാവരെയും സൂക്ഷിക്കുക. Do include me in your prayers. Thank you.